ഹലോ ഗായ്സ്, വീണ്ടും ഞാനാണ്. നമുക്കിന്നൊന്ന് കോഴിക്കോട് പോയാലോ? കോഴിക്കോട് പോകുന്നതിൻ്റെ ഒരു ചെറിയ വ്ളോഗാട്ടോ. രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്, ബസ് കയറാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷേ ബസ്സൊന്നും വന്നില്ല. നമ്മളൊരു 5 മണിക്ക് പോയിരുന്നെങ്കിലും ബസ്സൊന്നും കിട്ടിയില്ല. കുറേ നേരം ഇരുന്നു. പിന്നെ വന്നൊരു ബസ് കാണാണ്ടത് കൈവിട്ട് പോവുകയും ചെയ്തു. പിന്നെ ഇരുന്നിരുന്ന് പതുക്കെ തായി ബോഗൻവില്ലയുടെ നിറം മാറുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാവും നേരം കുറേ വെളുത്തു. എന്നിട്ടും ബസ് വന്നില്ല. അങ്ങനെ 6-6:30 വരെ നമ്മളവിടെ പോസ്റ്റ് അടിച്ചിരുന്നു. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ പതുക്കെ ഒരു ബസ്സൊക്കെ വന്നു. നമ്മൾ ബസ്സിൽ കയറി. ബസ്സിലാണെങ്കിൽ നല്ല തകർപ്പൻ ഭക്തിഗാനങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കേട്ട് കുറച്ച് നേരം ഇരുന്ന് അവിടെ നിന്ന് പിന്നെ വേറെ ബസ്സിൽ കയറി നമ്മൾ ആലുവയിലോട്ട് പോവാണ്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ട്രെയിൻ കയറിയാണ് നേരെ കോഴിക്കോടേക്ക് പോകുന്നത്. ആദ്യം നമുക്ക് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് നേരം നമ്മൾ ഇരുന്നപ്പോഴേക്കും നമുക്ക് സീറ്റൊക്കെ കിട്ടി. പിന്നെ ട്രെയിനിലിരുന്ന് നമ്മൾ പടമൊക്കെ വരച്ചു. കുറേ നേരം ഇരുന്ന് ട്രെയിനൊക്കെ വരച്ച് കുളമാക്കിയപ്പോൾ പിന്നെ അവൾ വരയ്ക്കലൊക്കെ നിർത്തി. കൂടെയുള്ള ആൾ പിന്നെ പുസ്തക വായനയിലോട്ട് കിടന്നു. അങ്ങനെ പുസ്തകം വായിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ ഫുള്ള് ഫ്ലാറ്റായി. ഉറക്കം തൂങ്ങി ഉറങ്ങി വീണായിരുന്നു. അങ്ങനെ പിന്നെ അത് ഈ ഒരു സാധനം കാണും എനിക്ക് എപ്പോഴും അത് പിടിച്ച് വലിച്ച് ട്രെയിൻ നിർത്താൻ തോന്നും. പക്ഷേ വലിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ പതുക്കെ കോഴിക്കോടെത്തി വിശന്ന ഒരു വഴി ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊരു വടയും ചായയും കുടിച്ച് പുറത്തോട്ട് പോകാനുള്ള വഴി അറിയാത്തത് കൊണ്ട് നാട്ടുകാരോടും ഒക്കെ ചോദിച്ച് പതുക്കെ നമ്മൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു.